ഭാഗ്യലക്ഷ്മിയെ കണ്ട് ആകെ പകച്ചു നിൽക്കുകയാണ് വിജയകുമാർ. എന്നാൽ ഭാഗ്യലക്ഷ്മിയെ കണ്ട് സന്തോഷിക്കുകയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറും സുബ്രഹ്മണ്യനും. സാക്ഷിക്കൂട്ടിലേക്ക് കയറുകയാണ് ഭാഗ്യലക്ഷ്മി. രാജേന്ദ്രൻ വക്കീൽ പറയുകയാണ്, കഴിഞ്ഞ കോടതിയിൽ ഹാജരായില്ല, ഇത്തവണയും വരാൻ വൈകി. നിങ്ങൾക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഭീഷണിയുണ്ടോ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അതേ ഉള്ളൂ. ഒന്ന് വ്യക്തമാക്കാമോ? ഈ കേസിൽ ഞാൻ കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടി പലരും പലതും ചെയ്തിട്ടുണ്ട്. ഞാനൊരു വില്ലേജ് ഓഫീസറും പൊതുപ്രവർത്തകയുമാണ്. അതോടൊപ്പം തന്നെ 3 മക്കളുടെ അമ്മയുമാണ്. അങ്ങനെ ഒരു സ്ത്രീക്ക് പുറത്തുനിന്ന് ശക്തമായ ഭീഷണി ഉണ്ടാകുമ്പോൾ സ്വന്തം മക്കളുടെ ഭാവിയെങ്കിലും ചിന്തിക്കേണ്ടി വരും. ആ സമയത്താണ് നിയമം ജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെ പോലുള്ള അമ്മമാർ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞു നിൽക്കുന്നത്. വക്കീൽ ചോദിക്കുകയാണ്, ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? എനിക്കാരെയും ഭയമില്ല. എന്റെ കുടുംബത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഞാൻ ഭയക്കുന്നത്. കുടുംബമെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അമ്മ മാത്രമേ ഉള്ളോ? അച്ഛനില്ലേ എന്ന് ചോദിക്കുകയാണ് രാജേന്ദ്രൻ വക്കീൽ. വിജയകുമാറിനെ ഒന്ന് നോക്കിയ ശേഷം ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അച്ഛനെന്ന് പറയാൻ ഒരാളുണ്ട്, പേരിന് മുന്നിൽ ചേർക്കാൻ. പക്ഷേ അദ്ദേഹം ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. വീടിനും കുട്ടികൾക്കും ബാധ്യതയായ ഒരച്ഛൻ. അതാണ് എന്റെ കുട്ടികളുടെ അച്ഛൻ. അന്നേരം ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് വിജയകുമാർ പറയുകയാണ്, യുവർ ഓണർ, ഇത് ശ്രീകുമാറിന്റെയും ഷീബ കൊലക്കേസിന്റെയും വിചാരണ നടക്കുന്ന കോടതി മുറിയാണ്. അതിന് സാക്ഷി പറയാൻ വന്നയാളുടെ കുടുംബജീവിതം ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അതിനുശേഷം ഇരിക്കുകയാണ് വിജയകുമാർ. രാജേന്ദ്രൻ വക്കീൽ പറയുകയാണ്, ബഹുമാനപ്പെട്ട വക്കീലെ, ഇവിടെ സാക്ഷിയെ വിചാരണ ചെയ്യുമ്പോൾ താങ്കളും ഭൂതകാലമൊക്കെ വ്യക്തമായി ചെയ്യാറുണ്ടല്ലോ. യുവർ ഓണർ, സാക്ഷി പറയുന്നവരുടെയും ബാക്ക്ഗ്രൗണ്ട് കോടതി അറിഞ്ഞിരിക്കണ്ടേ? ഓക്കെ എന്ന് പറയുകയാണ് ജഡ്ജി. നിങ്ങൾക്ക് തുടരാം എന്ന് വക്കീൽ പറയുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഏതു നേരവും മദ്യത്തിന് അടിമയായ ഒരച്ഛൻ. മറ്റു പല ദുശീലങ്ങളും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. എന്റെ മക്കൾക്ക് അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം കഴിച്ചുകൂട്ടുകയാണ്. വക്കീൽ പറയുകയാണ്, ഇനി കാര്യത്തിലേക്ക് വരാം. ശ്രീകുമാർ എന്ന ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെടുന്നത് രാത്രി 10നും 10:30ക്കും ഇടയ്ക്കാണ്. ആ സമയത്ത് നിങ്ങളെപ്പോലൊരു സ്ത്രീ ഒറ്റയ്ക്ക് എവിടെ പോയിട്ട് വരികയായിരുന്നു? അന്നെനിക്ക് തിരക്ക് കൂടുതലുള്ള ദിവസമായിരുന്നു. അനധികൃതമായി മണൽ കടത്തിയവരെ പിടികൂടണമായിരുന്നു. മരണപ്പെട്ട ശ്രീകുമാറിന്റെ അച്ഛൻ സുബ്രഹ്മണ്യന്റെ പറമ്പിൽ അവരുടെ അനുവാദമില്ലാതെ ചിലര് കള്ളുഷാപ്പ് കെട്ടിപ്പൊക്കി. ഇവിടെയെല്ലാം പ്രതിയായി നിൽക്കുന്നത് നാട്ടിലെ പ്രമാണിയായ സദാനന്ദൻ മുതലാളിയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ നേരം ഒരുപാട് ഇരുട്ടി. ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് പതിവ്. അങ്ങനെ വരുന്ന വഴിക്കാണ് ശ്രീകുമാറിന്റെ കൊലപാതകം എന്റെ കണ്ണിൽപ്പെട്ടത്. അന്ന് നല്ല മോശം കാലാവസ്ഥയായിരുന്നു അല്ലേ? അതെ, നല്ല ഇടിയും മഴയുമുള്ള ദിവസമായിരുന്നു. എങ്കിലും കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഞാൻ വ്യക്തമായി കണ്ടു ശ്രീകുമാറിനെ അക്രമികൾ വെട്ടിവീഴ്ത്തുന്നത്. വക്കീൽ ചോദിക്കുകയാണ്, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഇവരാണോ ആ ഹീനകൃത്യം ചെയ്തത്? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അതെ, കാറിന് മുന്നിൽ നിന്ന് ഇയാളാണ് എല്ലാത്തിനും നേതൃത്വം കൊടുത്തതെന്ന് കാർത്തിയെ ചൂണ്ടിക്കാട്ടി പറയുകയാണ് ഭാഗ്യലക്ഷ്മി. കൂടെ നിൽക്കുന്നവരാണ് ശ്രീകുമാറിനെ വെട്ടിയരിഞ്ഞത്. പിന്നെന്താണ് സംഭവിച്ചത്? ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഇത്തിരി പ്രാണന് വേണ്ടി പിടയുന്ന ആ ചെറുപ്പക്കാരനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്റെ കാഴ്ചയ്ക്ക് മങ്ങലേറ്റിട്ടില്ല സാർ. ഇവരാണെന്ന് മാത്രമല്ല, അടുത്ത ദിവസങ്ങളിൽ അതിന്റെ പേരിൽ എനിക്ക് ഭീഷണിയും ഉണ്ടായി. ഒന്നാം പ്രതിയായ കാർത്തികും അവന്റെ കൂട്ടുകാരും കൂടി എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. ഷീബ കൊലക്കേസിലെ സാക്ഷിയായിരുന്നു ശ്രീകുമാർ. അതിന് അവന് കൊടുത്ത ശിക്ഷ മരണമാണ്. അത് തന്നെയാണ് നിങ്ങൾക്കും നേരിടേണ്ടി വരുന്നതെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കാർത്തികേയൻ. പിന്നീടും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത ചില തലവേദനകളും എനിക്കുണ്ടായിട്ടുണ്ട്. തളർച്ച കൊണ്ടാണ് കഴിഞ്ഞ തവണ എനിക്ക് കോടതിയിൽ വരാൻ പറ്റാതിരുന്നത്. ഒരു അമ്മയുടെ മനസ്സിന്റെ വിഷമം ആ സമയത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. വക്കീൽ പറയുകയാണ്, സമാനതകളില്ലാത്ത 2 കൊലപാതകങ്ങളാണ് പ്രതികൾ ചെയ്തിരിക്കുന്നത്. ദൃക്സാക്ഷികളെ ഭീഷണിപ്പെടുത്തുക, അതിന് വഴങ്ങിയില്ലെങ്കിൽ കൊല്ലുക, അതാണ് പ്രതികൾ ഇതിനോടകം ചെയ്തുകൊണ്ടിരുന്നത്. ഇതാദ്യമായാണ് തന്റെ ഇടത്തോടെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ കോടതി മുൻപിൽ ബോധിപ്പിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവർ കണ്ട കാര്യങ്ങൾ വ്യക്തമായി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആയതിനാൽ ഒരേ ഒരു സാക്ഷിയായ ഭാഗ്യലക്ഷ്മിയുടെ മൊഴികൾ ഗൗരവത്തോടെ കണ്ട് ഒരു സാധു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ശ്രീകുമാർ എന്ന പയ്യന്റെ അച്ഛനും അമ്മയ്ക്കും ആശ്വാസം കിട്ടുന്ന ഒരു വിധി ഉണ്ടാകണമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായി തന്നെ കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും അവർക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ നൽകി ഈ കോടതിയുടെ യശസ് ഉയർത്തി കാണിക്കണമെന്നും താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ജഡ്ജി ചോദിക്കുകയാണ്, ഡിഫൻസ് വക്കീലിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്നിട്ട് വിജയകുമാർ പറയുകയാണ്, യെസ് യുവർ ഓണർ. വിജയകുമാർ ചോദിക്കുകയാണ്, എന്താ പേര്? ഭാഗ്യലക്ഷ്മി. എന്ത് ചെയ്യുന്നു? വില്ലേജ് ഓഫീസർ ആണ്.
എത്ര വർഷമായി ജോലിക്ക് കയറിയിട്ട്? 10-17 വർഷമായി. അതോ 17 എന്ന് വിജയകുമാർ ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, വ്യക്തമായി പറഞ്ഞാൽ 16 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 16ആയി എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, 16 വർഷം 4 മാസം 9 ദിവസം. അപ്പോൾ വ്യക്തമായിട്ട് അറിയാം, എന്നിട്ടാണ് അലക്ഷ്യമായി 10ഉം 16ഉം എന്നൊക്കെ പറഞ്ഞത്. ആട്ടെ, ഇതിനോടകം എത്ര സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്? 8-9 സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. വിജയകുമാർ പറയുകയാണ്, യുവർ ഓണർ, 12 സ്ഥലങ്ങളിൽ മാറി മാറി ജോലി ചെയ്തു ഈ വില്ലേജ് ഓഫീസർ ഭാഗ്യലക്ഷ്മി. ഇവിടെയും ഉറച്ചിരുന്നിട്ടില്ല. അതിന് ഒന്നുമല്ലെങ്കിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സസ്പെൻഷൻ. ഇല്ല, ഈ സസ്പെൻഷന്റെ കാര്യം ചോദിച്ചില്ല. എത്ര തവണ വീട്ടിലിരിക്കേണ്ടി വന്നിട്ടുണ്ട്? 4-5 തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? കാരണം മറ്റൊന്നുമല്ല സാർ, നിയമം വിട്ട് സഞ്ചരിക്കുന്നവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ കോടതിയിൽ എത്തിയതുപോലെ തന്നെ എനിക്ക് ശരിയെന്ന് തോന്നിയത് ചെയ്തിട്ടുമുണ്ട്. അതിനാണ് പലപ്പോഴും സസ്പെൻഷനും ട്രാൻസ്ഫറും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളിടയ്ക്ക് നെന്മാറ വില്ലേജ് ഓഫീസിൽ ഇരുന്നിട്ടില്ലേ? ഉണ്ട്. അന്നൊരു കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ടിട്ടില്ലേ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മനഃപൂർവ്വം എന്റെ മേശയിൽ കൈക്കൂലി കൊണ്ടുവച്ചിട്ട് എന്നെ ട്രാപ്പിലാക്കുകയായിരുന്നു. പിന്നീട് ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയിൽ എനിക്ക് തന്ന നോട്ടുകളിൽ എന്റെ വിരലടയാളം ഇല്ല എന്ന് തെളിഞ്ഞു. അന്ന് ഞാൻ കുറ്റക്കാരിയല്ല എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. വക്കീല് പറയുകയാണ്, സാധാരണ ഒരു സർക്കാർ ജോലിക്കാരന് ഈ പറയുന്നത്ര സസ്പെൻഷനും ട്രാൻസ്ഫറും ഒന്നും കിട്ടാറില്ല. സർവീസിലിരിക്കുന്ന ഈ സമയം വരെ 4 തവണയാണ് സസ്പെൻഷൻ. ഒരിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള, ക്രിമിനലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ശ്രീകുമാറിന്റെ കൊലപാതകം കണ്ടെന്ന് പറയുന്നത്. അലറി വിളിച്ച് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞാൻ കണ്ടതാണ്, എന്റെ കാഴ്ചയെ മറയ്ക്കാൻ ആർക്കും സാധിക്കില്ല. വിജയകുമാർ പറയുകയാണ്, കൂൾ ഡൗൺ മാഡം. വികാര പ്രകടനങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനവും ഇല്ല. ഉച്ചത്തിൽ സംസാരിച്ചത് കൊണ്ടോ തലചുറ്റി വീണത് കൊണ്ടോ കോടതി നിങ്ങൾ പറയുന്നത് വിശ്വസിക്കണമെന്നില്ല. പക്ഷെ കണ്ട കാര്യങ്ങൾ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എന്താണ് കണ്ടത്? ശ്രീകുമാർ എന്ന പയ്യനെ വെട്ടി വീഴ്ത്തുന്നത്, അതിനുശേഷം മരിച്ചു എന്ന് ഏതാണ്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം അക്രമികൾ കാറിൽ കയറി പോകുന്നത്, പിന്നീട് ആ ചെറുപ്പക്കാരൻ എന്റെ കൺമുന്നിൽ കിടന്ന് പിടയുന്നത്. ശ്രീകുമാർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്റെ കക്ഷിയുടെ അച്ഛന്റെ ഒരു മണൽ ലോറി പിടിച്ചു, പിന്നെ അദ്ദേഹത്തിന്റെ കള്ളുഷാപ്പും കത്തിച്ചു. അന്നേ ദിവസം രാത്രിയിലാണ് ഇതൊക്കെ കണ്ടത് അല്ലേ? എന്ന് വെച്ചാൽ അന്നേ ദിവസം നിങ്ങൾ എന്റെ കക്ഷിയുടെ അച്ഛനെതിരെ കള്ളക്കേസുണ്ടാക്കി അയാൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടും തൃപ്തി വരാതെ നല്ലവനായ അദ്ദേഹത്തിന്റെ മകനെ അപകീർത്തിപ്പെടുത്താനും കൊലയാളിയാണെന്ന് ചിത്രീകരിക്കാനും വേണ്ടി പ്രതികാര ചിന്തയോടുകൂടി മുന്നോട്ട് പോവുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജഡ്ജിയെ നോക്കി ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞാൻ ആ കൊലപാതകത്തിന് ദൃക്സാക്ഷിയാണെന്ന് തെളിയിക്കാൻ ശ്രീകുമാറിനെ അഡ്മിറ്റ് ചെയ്ത ഡോക്ടറുടെ മൊഴി സഹായിക്കും എന്നാണ് എന്റെ വിശ്വാസം. സുരേന്ദ്രൻ വക്കീൽ എഴുന്നേറ്റ് പറയുകയാണ്, ഡോക്ടറുടെ മൊഴി ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. ലക്ഷ്മി പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ സാർ, വെട്ടേറ്റ ആ പയ്യനെ ഒരുപാട് റിസ്ക് എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഞാനാണ്. ഇന്ന് ഞാൻ ധരിച്ചിരുന്ന സാരിയും ബ്ലൗസും ഒക്കെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇതിലെ ചോരക്കറയും ശ്രീകുമാറിന്റെ ബ്ലഡും ഒന്നാണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ സമയത്ത് പോലീസും അവിടെ എത്തിയിരുന്നു. അവരോട് ഞാൻ നടന്ന കാര്യങ്ങൾ അന്നേ വ്യക്തമാക്കിയിട്ടുണ്ട്. ആകെ പരുങ്ങലിൽ നിൽക്കുകയാണ് വിജയകുമാർ. പിന്നീട് വിജയകുമാർ ചോദിക്കുകയാണ്, പിന്നെ എന്തുകൊണ്ടാണ് അന്ന് നിങ്ങൾ കോടതിയിൽ വരാതിരുന്നത്? അങ്ങനെ വരാതിരിക്കാൻ മാത്രം നിങ്ങളെ തളർത്തിയ സംഭവം എന്താണ്? അത് എനിക്ക് കോടതിയിൽ വ്യക്തമാക്കാൻ പറ്റില്ല സാർ. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ദേഷ്യത്തോടു കൂടി ഭാഗ്യലക്ഷ്മി പറയുകയാണ്, പറ്റിയില്ല, അതാണ് സംഭവിച്ചത്. അതാണ് എന്റെ സാഹചര്യം. ആ സാഹചര്യത്തെ പറ്റി എന്നോടല്ല, ഇവിടെ കോടതിയിൽ പ്രതിയായിട്ട് നിൽക്കുന്ന ഒരാളോടും അയാളുടെ അച്ഛനോടുമാണ് ചോദിക്കേണ്ടത്. അവര് ഞാൻ ഈ കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടി പല വഴികളിലൂടെയും സഞ്ചരിച്ചു. അത് പറയാൻ തൽക്കാലം എന്നെ കൊണ്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് വിജയകുമാർ ചോദിക്കുമ്പോൾ ജഡ്ജി പറയുകയാണ്, ഈ കേസിന് ആസ്പദമായ തെളിവുകൾ ഇവിടെ സാക്ഷിയായി വന്നയാൾ തന്നിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ആ പയ്യന്റെ കുടുംബത്തെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അയാൾ മാത്രമായിരുന്നു ആ കുടുംബത്തിന്റെ ആകെയുള്ള സമ്പാദ്യം. പണക്കൊഴുപ്പിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിൽ പയ്യന്റെ ജീവനെടുത്തവർ സമൂഹത്തിനു മുൻപിൽ മാന്യന്മാരായി ജീവിക്കാൻ ഇടവന്നാൽ ഇവിടത്തെ സാധാരണക്കാർക്ക് മുന്നോട്ടു പോകാൻ പ്രയാസമായിരിക്കും സാർ. ജീവിതം തന്നെ പലർക്കും വഴിമുട്ടിപ്പോകും. അത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് നാളെ ഇതിന്റെ പേരിൽ എന്തൊക്കെ തിരിച്ചടികൾ നേരിടേണ്ടി വന്നാലും അതൊന്നും കണക്കാക്കാതെ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. കൊല ചെയ്യപ്പെട്ടവനും അയാളുടെ കുടുംബത്തിനും നീതി ലഭിക്കണം. ജഡ്ജി ചോദിക്കുകയാണ്, ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡിഫൻസ് വക്കീലിന് ചോദിക്കാനുണ്ടോ? ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് വിജയകുമാർ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഈ കൊലപാതകം നടന്നതിന് ശേഷം ചാനലുകൾ മുഴുവൻ എന്നെ വിളിച്ചു. എന്റെ പ്രതിഷേധം ഞാൻ അതിലൂടെ പ്രകടിപ്പിച്ചു. പത്രക്കാരോടും കണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയിലും അത് ആവർത്തിച്ചിരിക്കുകയാണ്. എന്റെ മകന്റെ പ്രായമേ ഉള്ളൂ സാർ മരണപ്പെട്ട ശ്രീകുമാറിനും. തിരിച്ചടി ഉണ്ടായാലും പറയേണ്ടത് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്.
വിജയകുമാർ ചോദിക്കുകയാണ്, വക്കീലിന്റെ പണിയാണല്ലോ ഇപ്പോൾ സാക്ഷി ചെയ്തത്. എന്നിട്ട് ജഡ്ജി പറയുകയാണ്, ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നോ യുവർ ഓണർ, എങ്കിൽ താങ്കൾക്ക് പോകാം. ഈ കേസിന്റെ വിധി ഈ വരുന്ന ജൂലൈ 24-ാം തീയതി പറയുന്നതാണ്. എല്ലാവരും കോടതിയിൽ മുറിയിൽ നിന്ന് പോകുമ്പോഴേക്കും സുബ്രഹ്മണ്യന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. കണ്ണുകളോടുകൂടി ഭാഗ്യലക്ഷ്മിയെ തൊഴുകയാണ് സുബ്രഹ്മണ്യൻ. പുറത്ത് കോടതി വരാന്തയിൽ ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് വിജയകുമാർ. വിജയകുമാറിന്റെ അടുത്തേക്ക് എത്തുകയാണ് സദാനന്ദനും കാർത്തിയും. സദാനന്ദൻ പറയുകയാണ്, അകത്ത് സന്തോഷ പ്രകടനം നടക്കുകയാണ് വക്കീലെ. ഇനിയാണ് നിങ്ങളുടെ ഭാര്യയുടെ യഥാർത്ഥ വിധി വരാൻ പോകുന്നത്. നിങ്ങളുടെയും. ഇടോ, താനല്ലേ പറഞ്ഞത് അവൾ കോടതിയിൽ വരില്ലാന്ന്? ഒരുമാതിരിപ്പെട്ട ഒരമ്മമാരും വരാൻ മടിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇതിലൂടെയാണ് ഭാഗ്യലക്ഷ്മി കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഭാഗ്യമില്ലാത്ത ഭാഗ്യലക്ഷ്മി എന്ന് വിളിക്കേണ്ടി വരും. വക്കീലെ, ഇന്നു മുതൽ അവരുടെ ഭാഗ്യക്കേട് തുടങ്ങുകയാണ്. ഇന്ന് ജൂൺ 15, എണ്ണിക്കോ. ഇനി വിധി പറയാൻ പോകുന്നത് സദാനന്ദനാണ്. എണ്ണിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് സദാനന്ദൻ. പോകാൻ നേരം കാർത്തിയും വിജയകുമാറിനോട് പറയുകയാണ്, അവരുടെ ജാതകം തിരുത്തി എഴുതും സാറേ, ഉറപ്പാണ്. പിന്നീട് ഭാഗ്യലക്ഷ്മിയുടെ വീട്ടിൽ ടെൻഷനോടുകൂടി അമ്മയെ കാത്തിരിക്കുന്ന ദീപയാണ് കാണിക്കുന്നത്. അന്നേരം അവിടേക്ക് വരികയാണ് ഭാഗ്യലക്ഷ്മി. ദീപ ചോദിക്കുകയാണ്, അമ്മ എന്തിനാണ് കോടതിയിൽ പോയത്? മോൾ അറിഞ്ഞോന്ന് ഭാഗ്യലക്ഷ്മി ചോദിക്കുമ്പോൾ അവിടേക്ക് വന്ന ദിയ ചോദിക്കുകയാണ്, പിന്നെ ഞങ്ങൾ അറിയാതിരിക്കുമോ? അതിനുശേഷം ഭാഗ്യലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ദിയ. തിരിച്ചുകൊണ്ട് ദിയ പറയുകയാണ്, ഇന്നലെ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. അമ്മ വീണ്ടും എന്റെ ഹീറോ ആയി. ദീപ ചോദിക്കുകയാണ്, ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിക്കുമോ എന്തോ? ഒന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ തന്നെ സദാനന്ദന് അമ്മയെ കാണുമ്പോൾ ദേഷ്യമുണ്ടല്ലോ, അതിന്റെ കൂടെ ഒന്നുകൂടെ, അത്രയുള്ളൂ. ദിയയുടെ സംസാരം കേട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അമ്മയ്ക്ക് ശരിയെന്ന് തോന്നുന്നത് അമ്മ ചെയ്യാറുണ്ട്. പിന്നീട് അതോർത്ത് ഭയക്കാറുമില്ല. എന്നാൽ ഇവിടെ ആദ്യമായി എന്തോ ഒരു ചെറിയ നെഞ്ചിടിപ്പുണ്ട്. അവള് പറഞ്ഞതുപോലെ ഇനി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദിയ പറയുകയാണ്, ഇനി വേറൊന്നും ഇല്ലമ്മേ. കാർത്തികേയനും അവന്റെ കൂട്ടുകാരും ജയിലിൽ പോകും. ദീപ ചോദിക്കുകയാണ്, അതിനുശേഷം പുറത്ത് താമസിക്കുന്ന ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടുമോ? നമ്മളെ ജീവിക്കാൻ കാർത്തിയുടെ അച്ഛൻ സമ്മതിക്കുമോ? ദിയ പറയുകയാണ്, അയാൾ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. എന്തായാലും കണ്ട കാര്യങ്ങൾ കോടതി ഉറപ്പായിട്ടും അറിയണം. മൊഴികൾ തെറ്റ് ചെയ്തവരുടെ ഭാവി ഇല്ലാതാക്കണം. ഭാഗ്യലക്ഷ്മി സങ്കടത്തോടുകൂടി പറയുകയാണ്, കൂട്ടത്തിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതി. ഇത്രയും പറഞ്ഞ് ഭാഗ്യലക്ഷ്മി പോകുമ്പോൾ ദീപ ചോദിക്കുകയാണ്, നീ ശ്രദ്ധിച്ചോ ദിയെ? ആദ്യമായിട്ടാണ് അമ്മയുടെ ഉള്ളിൽ ഇത്രയും ഭയം കാണുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് അമ്മ ആദ്യം കോടതി കൂടിയപ്പോൾ പോകാതിരുന്നത്. നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിനെ അറിയൂ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അച്ഛനെ കൊണ്ടുപോകുന്ന രചനയാണ്. അവിടേക്ക് രചനയെ കാണാനായി എത്തുകയാണ് സദാനന്ദൻ ചോദിക്കുകയാണ്, ഇന്നാണ് സർജറി അല്ലേ? അതെ. അതിനുവേണ്ടി കെട്ടാനുള്ള പണമൊക്കെ ഞാനിവിടെ കെട്ടിയിട്ടുണ്ട്. പിന്നെ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും അതിവിടെ എത്തിക്കും. അത് ഞാൻ തന്ന വാക്ക്. പക്ഷെ അതുകൊണ്ടും പ്രയോജനമുണ്ടായില്ല. രചന ചോദിക്കുകയാണ്, എന്താ സാർ? അവൾ കോടതിയിൽ വന്നു. ആ വില്ലേജ് ഓഫീസർ പറയേണ്ടതിനേക്കാൾ കൂടുതൽ കോടതി മുറിയിലെ സാക്ഷിക്കൂട്ടിൽ നിന്ന് അവൾ പറഞ്ഞു. അപ്പോൾ കാർത്തിയും കൂട്ടരും എന്ന് ചോദിക്കുകയാണ് രചന. വിധി വന്നില്ല. ഇനിയിപ്പോൾ അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കുന്നുമില്ല. കാർത്തിക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും. പക്ഷേ അവളെയും അവളെ വീട്ടുകാരെയും ഞാൻ വെറുതെ വിടില്ല. അന്ന് അവളുടെ മകൾക്കൊരു പോറല് പോലും ഏൽക്കാതെയാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത്. എന്നാൽ ഇന്ന് അവൾക്കും അവളുടെ കുടുംബത്തിനും ആ പെങ്കൊച്ചിനും പോറലുകൾ പറ്റും. അതിനുവേണ്ടി തന്നെയാണ് അവൾ ഇന്ന് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. കരഞ്ഞുകൊണ്ട് രചന പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പണത്തിന്റെ ആവശ്യത്തിനാണ് ഇത് ചെയ്തതെങ്കിലും എനിക്ക് ഒരുപാട് കുറ്റബോധം തോന്നിയിട്ടുണ്ട്. എന്റെ അച്ഛനെ ഇപ്പോൾ ബൈപ്പാസ് സർജറി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ഭയത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ. ദൈവത്തിന് മുന്നിൽ എന്റെ കൈകൾ ശുദ്ധമല്ല. അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയുമുണ്ട്. ഇത്തരം സംസാരങ്ങൾ നിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നിനക്കെന്റെ ഒരു സഹായവും കിട്ടില്ല. സംഭവങ്ങൾ കേസും വഴക്കുമൊക്കെ ആയാൽ എന്റെ അച്ഛൻ പോലും എന്നെ ശപിക്കും. ആകുന്നെങ്കിൽ ആവട്ടെ, അവളും അവളുടെ മക്കളും നാറി വെളുക്കട്ടെ, പണം കെടട്ടെ. എനിക്കാരുടെയും മുഖം നോക്കാനൊന്നും ഇല്ല. നിന്റെ ഉൾപ്പെടെ കൂടെ നിന്നാൽ പ്രയോജനം ഉണ്ടാകും, അല്ലെങ്കിൽ തൂത്തെറിയും. ഇത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ് സദാനന്ദൻ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.